ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യാത്രാ വീഡിയോ ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ പൊന്മുടി ഡാമിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ നിർത്തിയതാണ്, അതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ആ ഡാമിൻ്റെ ആ പരിസരത്ത് നിന്ന് തന്നെ നമ്മൾ നേരെ മുകളിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ നമ്മുടെ ബസ് കുറേ അങ്ങോട്ട് നീക്കിയാണ് പാർക്ക് ചെയ്തേക്കണത്. അപ്പോൾ കണ്ടോ, നല്ലൊരു ആൽമരം, മരത്തിൻ്റെയൊക്കെ ഭംഗി കണ്ടിട്ട് അവിടെ നിന്ന് പോകാനേ തോന്നണില്ല കേട്ടോ. പിന്നെ ഇവിടെയൊക്കെയാണെങ്കിൽ നിറയെ പൂക്കളാണ്. ഈ പൂവിന് മാങ്ങനാറി എന്നാട്ടോ ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയണത്. അതിൻ്റെ തന്നെ ഒരു തോട്ടം പോലെ ഇങ്ങനെ കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ കുറേ വാഹനങ്ങൾ കേട്ടോ. അപ്പോൾ ഇവിടെ എന്തോ സംഭവം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അവിടെ കുതിര സവാരിയും പിന്നെ ഇതൊരു പാർക്ക് പോലെയാണ്. അപ്പോൾ കുറേ പേരിങ്ങനെ കുതിരയിൽ കയറാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുതിരയിൽ നമ്മൾ കുതിരപ്പുറത്ത് സവാരി ചെയ്യണതിന് നമ്മൾ വേറെ എക്സ്ട്രാ പൈസ കൊടുക്കണം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് കയറാം, ഇല്ലാത്തവർക്ക് കയറേണ്ട. നമുക്കിവിടെ കുറച്ച് ബ്രേക്ക് ടൈം തന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ അതിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ട്, ഇതും ഒരു പാർക്കാണ്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പോകണമെങ്കിൽ വേറെ എൻട്രി ഫീസൊക്കെ കൊടുത്തിട്ട് കയറി പോകണം. ഇവിടെ സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന സ്ഥലമാണെന്നാട്ട് പറഞ്ഞാൽ. ആ മരം കണ്ട, മരത്തിനകത്ത് ഊഞ്ഞാൽ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മുടെ വടം കയർ വെച്ചിട്ട്, വലിയ കയർ വെച്ചിട്ടുള്ള സാധാ ഊഞ്ഞാൽ. പക്ഷെ അതിലൊക്കെ ആടണേന് അവർ പൈസ ഈടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് കയറണേന് നമുക്ക് എൻട്രി ഫീസൊക്കെ ഉണ്ട്. അങ്ങോട്ടൊന്നും നമ്മൾ കയറിയിട്ടില്ല. അതും ഒരു നാച്ചുറൽ റിസോർട്ട് അതിൻ്റെ അകത്തുണ്ടോയെന്ന് എനിക്കറിയില്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു നാച്ചുറലായിട്ട് തന്നെയുള്ള ഒരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നും ഇങ്ങനെ കയറി വരാം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു കുതിര അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് അതിനെ കണ്ടപ്പോൾ അതിനൊന്ന് തൊട്ട് നോക്കാൻ തോന്നിയിട്ട് ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോയതാട്ടോ. അപ്പോൾ കുതിരവാലും കുതിരേനെയൊക്കെ ഒന്ന് തൊട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. പിന്നെ താഴേക്ക് നോക്കുമ്പോൾ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അതിലൊന്നും നമ്മൾ കയറിയിട്ടില്ല. ഇതിലൊക്കെ നമ്മൾ കയറണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഫീസ് കൊടുത്ത് കയറണം. അപ്പോൾ അതിലേക്ക് കുറേ പേരൊക്കെ താഴേക്ക് പോയത് ഞാൻ അങ്ങനെ നോക്കി അവിടെ നിന്നു. വീണ്ടും നമ്മളങ്ങനെ കയറി നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നല്ല ആംബിയൻസ് ആട്ടോ ഇതിലിങ്ങനെ നടക്കാനും ഒക്കെ. നല്ലൊരു ഫ്രഷ് എയറും നല്ല സുഖമാണ്. നട്ടുച്ച സമയം കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് നന്നായിട്ട് വിശന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ശാന്തമ്പാറ എത്തിയാലാണല്ലോ ഊണ്. അപ്പോൾ അതിന് മുമ്പുള്ള കാഴ്ചകളാട്ടോ ഇതൊക്കെ. അങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ വേറെയും ഒരു ചെറിയ പാർക്കല്ല, അത് ഒരു സ്പായാണ്, മറ്റ് ഫിഷ് സ്പായാണ്. അതായത് മീനുകളെ കൊണ്ട് നമുക്ക് മസാജൊക്കെ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് നമ്മുടെ ബസ് പാർക്ക് ചെയ്തേക്കണത്. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് പോവാട്ടോ. അങ്ങനെ പിന്നെ പോന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ശാന്തമ്പാറയെ നിർത്തുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും വേറൊരു സ്ഥലത്ത് നമുക്ക് ഇവിടെ നിർത്തിയിട്ട്, ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അത് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ നിർത്തി. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുക. അത് കുറച്ച് ഹൈറ്റിലാണ്. അപ്പോൾ അതിൻ്റെ പേര് ബോട്ടിമേടല്ല, അതുപോലെ എന്തോ ഒരു മേടാണ്. ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു കേട്ടോ ഇവിടെ. അത് കണ്ടില്ലെങ്കിൽ ഇത് മിസ്സായേനെ. അപ്പോൾ അത് കാണിച്ചു തന്നതിന് അവരോട് നന്ദി പറയാണ്. അത്ര നല്ല കാഴ്ചയായിരുന്നു. ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ. നമ്മളത് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് വേറൊരു ഫീലാണ്. കാരണം നമ്മൾ നല്ല ഹൈറ്റിലാണ് നിൽക്കണത്. ഈ തടാകം പോലെ കാണുന്നത് നല്ല താഴ്ചയിലാണ്. അപ്പോൾ ഈ മുകളിൽ നിന്ന് ഇതിങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. നല്ല തണുത്ത കാറ്റും നല്ല പച്ചപ്പും നല്ല കാഴ്ചയാണത്. അങ്ങനെ കുറേ നേരം അതങ്ങനെ ആസ്വദിച്ച് നിന്നു കേട്ടോ. കുറേയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം ഫോണിന് ചാർജില്ല കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയവരാണ്. അപ്പോൾ ഇത് കാട്ടുകുറിഞ്ഞി കേട്ടോ. അത് നീലക്കുറിഞ്ഞിയല്ല, വേറൊരു ടൈപ്പ് കുറിഞ്ഞി. പിന്നെ നമ്മൾ തേയിലത്തോട്ടങ്ങളിലൂടെ ആട്ടോ പിന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ നമ്മൾ ഏകദേശം ശാന്തമ്പാറ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തേയിലത്തോട്ടങ്ങളുണ്ട് ഇഷ്ടം പോലെ. നല്ല ഭംഗിയാണല്ലോ ഈ തേയിലത്തോട്ടം ഇങ്ങനെ കാണാനായിട്ട്. പിന്നെ ഇനിയിപ്പോൾ ഒരു ടൗൺഷിപ്പ് പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചെറിയൊരു ടൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബസ്സിനകത്താണെങ്കിൽ പാട്ടും ഓരോരുത്തരായിട്ട് ഇങ്ങനെ മാറി മാറി പാട്ടൊക്കെ പാടി അങ്ങനെയാട്ടോ പോണത്. നമുക്ക് ഒട്ടും തന്നെ മടുപ്പില്ല. ബസ്സിലിരുന്നിട്ട് നമുക്ക് മുഷിപ്പൊന്നും തോന്നില്ല. ബസ്സിലും നല്ല എൻ്റർടൈൻമെൻ്റ് ഉണ്ട്.
പിന്നെയാണെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് സ്നാക്സും ഓരോരുത്തരായിട്ട് കൊണ്ടുവന്നത് നമ്മളതും അങ്ങനെ പങ്കിട്ട് അതും കഴിച്ചുകൊണ്ടൊക്കെ ആയിട്ട് പോണത്. വിശപ്പ് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഊണ് കഴിക്കാനായിട്ട് അവിടെ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു ഹോട്ടലിൽ ശാന്തൻപാറ എത്തി. അപ്പോൾ ഇഷ്ടംപോലെ കറികളൊക്കെ ഉണ്ട് കേട്ടോ ഊണിന്. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ട്രിപ്പാണ് ഇരുന്നത്. 2 ട്രിപ്പ് കഴിഞ്ഞിട്ടാണ് ഇരുന്നത്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പിന് നമുക്ക് കറികളുടെ ഒപ്പം ഫിഷ് ഫ്രൈ ആയിരുന്നു. ഞങ്ങളിരുന്നപ്പോഴത്തേനും അത് തീർന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് അവർ അതിന് പകരം ചിക്കൻ ഫ്രൈ കൊണ്ടുപോയി തന്നു. പിന്നെ സാമ്പാർ, പുളിശ്ശേരി, അവിയൽ, തോരന്, വറ്റൽ, ചമ്മന്തി, അച്ചാർ, ഒരുപാട് കറികളുണ്ടായിട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഫ്രൈ, പിന്നെ ഞങ്ങൾക്ക് എക്സ്ട്രാ പായസവും കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ ആദ്യം ട്രിപ്പിലൊക്കെ ഇരുന്നവർ പറയുന്നുണ്ട് അവർ ലാസ്റ്റ് ഇരുന്നുകൊണ്ട് അവർക്കത് കിട്ടി. അപ്പോൾ ക്ഷമയുള്ളവർക്കാണ് അത് കിട്ടുകയുള്ളൂ എന്ന് ഞങ്ങളും പറഞ്ഞ് അങ്ങനെ രസമായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബസ് അവിടെ നിന്ന് ഇങ്ങനെ പോന്നിട്ട് നല്ല ഹൈറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഹെയർ പിന്നുകളൊക്കെ കയറി 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 ഇപ്പോൾ നമ്മൾ നല്ല ഹൈറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ എത്തിയപ്പോഴത്തേനും വൈകുന്നേരം സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുറേയൊക്കെ മിസ് ചെയ്തിട്ടാണ് പിന്നെ വീഡിയോ എടുക്കണത്. കാരണം രാവിലെ തൊട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് ഫോണിൻ്റെ ചാർജ് നന്നായിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ അത് മിസ്സാക്കാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് കുറേയൊക്കെ ഞാൻ വിട്ടു കളഞ്ഞു. നല്ല നല്ല പൂക്കളും ഡാലിയ പൂക്കളും റോസാപ്പൂക്കളൊക്കെ കണ്ടു. പക്ഷേ അതൊക്കെ എടുക്കണം എന്നുണ്ടായി. പക്ഷേ ഫോണിൽ ചാർജ് കുറയണ കാരണം ഞാനതൊക്കെ വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഇപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ചതുരംഗപ്പാറയാണ്. അപ്പോൾ നമ്മുടെ ഈ യാത്രയുടെ പേരും ചതുരംഗപ്പാറ എന്നായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. കൂടുതൽ ഇങ്ങനെ വീഡിയോ കണ്ട് ബോറടിക്കണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം.